ഭൂരിഭാഗം പേരൻസ് പറയുന്ന കോമൺ കംപ്ലൈന്റ് എന്ന് പറയുന്നത് എന്റെ മോൻ അല്ലെങ്കിൽ മോള് ഭയങ്കരമായിട്ടും അരിശപ്പെടുന്ന ഒരാളാണ്. ഓക്കെ, അതായത് പറഞ്ഞാൽ കേൾക്കത്തില്ല, ഷൗട്ട് ചെയ്യും, അരിശപ്പെടും, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഇറിറ്റേറ്റഡ് ആകും. അപ്പം അവർക്ക് അതൊരു ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയതുകൊണ്ട് ഇതെല്ലാം ചെയ്യുന്നത്. പക്ഷെ ഈ സെയിം ആൾക്കാർ ചിലപ്പോൾ പുറത്തു പോകുമ്പോൾ ഭയങ്കര മാന്യന്മാരായിരിക്കും. അവർക്ക് അങ്ങനെ ഒരു ആളാന്ന് പോലും പറയാൻ പറ്റത്തില്ല. പക്ഷെ ഭൂരിഭാഗവും വീടുകളിലാണ് ഇത് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു കംഫർട്ട് സോണിലാണ് ഇത് സംഭവിക്കുന്നത്. ചില ആളുകളുണ്ട് അത് ഇവിടെയും അവിടെയും എല്ലാത്തിനകത്തും ഇറിറ്റേറ്റഡ് ആകുന്ന ആൾക്കാരാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഇറിറ്റേറ്റഡ് പേഴ്സണാലിറ്റീസ്, നമുക്കൊരു ഹരിഷം, ദേഷ്യം, ഇറിറ്റേഷൻസ്, തൊട്ടനും പിടിച്ചൻ എല്ലാത്തിനും പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാര്, ഇതൊരു ചെറിയൊരു മാനസിക ബുദ്ധിമുട്ടല്ലേ ഇത്? തീർച്ചയായിട്ടും. അപ്പൊ ശരിക്കും ഇതെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? ഇത് ഹാൻഡിൽ ചെയ്യുമ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിക്കാറുള്ളത് പോലെ എന്തുകൊണ്ടാണ് ഈ അരിശം, ഇറിറ്റേഷൻ ഉണ്ടാകുന്നത് എന്നുള്ളത് നമ്മൾ നോക്കിക്കാണണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർക്ക് അറിയാവുന്ന പോലെ അത് വൈറ്റമിൻ ഡിയുടെ കുറവ് കൊണ്ടോ, അല്ലെങ്കിൽ തൈറോയിഡിന്റെ പ്രശ്നം കൊണ്ടോ, അല്ലെങ്കിൽ PCOD പ്രശ്നം കൊണ്ടോ ഒക്കെ എന്തുണ്ടാകും, ഈ പ്രശ്നം ഉണ്ടാകാം. ഓക്കെ, ബെഡ് റിലേറ്റഡ് ആയി ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ തന്നെ, ബെഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെ ഈ പ്രശ്നം ഉണ്ടാകും. ചിലർക്ക്, അതായത് ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് തന്നെ എല്ലാ തരത്തിലുള്ള ഇമോഷൻസും ഉണ്ട്. അത് എക്സസീവ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ നെഗറ്റീവ് ഇമോഷൻസ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നു. അരിശം എന്ന് പറഞ്ഞാൽ കൊച്ചു കുട്ടികൾ പോലും അരിശം പ്രകടിപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, എന്നാൽ മാതാപിതാക്കള് വളരെ ശാന്ത സ്വഭാവമുള്ളവരാണെങ്കിൽ, മാതാപിതാക്കൾ വളരെ കാം ആൻഡ് ക്വയറ്റ് ആണെങ്കിൽ, ഈ അരിശം എന്ന് പറയുന്ന കാര്യം പിള്ളേരെ കണ്ടുപിടിക്കില്ല, മോഡലിംഗ് നടത്തില്ല. എന്നാൽ മാതാപിതാക്കളുടെ അരിശമുണ്ട്, പ്രശ്നങ്ങളുണ്ട്, കാര്യങ്ങളുണ്ടെങ്കിൽ പിള്ളേർ മോഡലിംഗ് നടത്തും. അവർക്ക് ഓൾറെഡി തന്നെ ഇമോഷൻ കിടപ്പുണ്ട്. ഈ ഇമോഷൻ കിടക്കുന്നതിന്റെ കൂടെ തന്നെ മോഡലിംഗും കൂടി ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണെന്ന് വിചാരിക്കുകയും അവരത് എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും. സാധാരണ രീതിയിൽ ഈ അരിശമുള്ള പിള്ളേരുടെ മാതാപിതാക്കളെ നോക്കി ഒന്നെങ്കിൽ അപ്പൻ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ രണ്ടുപേരും ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിക്കുകയും വെള്ളം ഉണ്ടാക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം വർക്ക്ഔട്ട് ചെയ്യേണ്ടത് ഇവരുടെ അരിശം ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ആരുടെ? മാതാപിതാക്കളുടെ പ്രശ്നം സോൾവ് ആക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ അരിശം മാറ്റുന്നതിന് വേണ്ടി ഒരു ചെറിയൊരു ടെക്നിക്ക് ഞാൻ സാധാരണ ഉപയോഗിക്കുന്നത് പറയുന്നത് ഡയറി റൈറ്റിംഗ് ആൻഡ് വിഷ്വലൈസേഷൻ ടെക്നിക്ക് എന്ന് പറഞ്ഞ ടെക്നിക്ക് ഉപയോഗിക്കാറുണ്ട്. അതായത് ഇപ്പം ഈ മാസം ഒരു ലാസ്റ്റ് 10 days എടുക്കുക. ആ 10 days എത്ര പ്രാവശ്യം അരിശപ്പെട്ടു എന്ന് കണ്ടെത്തുക. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 5 പ്രാവശ്യം അരിശപ്പെട്ടു എന്ന് കരുതുക. ആ 5 പ്രാവശ്യം എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് അരിശപ്പെട്ടത് എന്നൊരു ഡയറിയിൽ എഴുതി വെക്കുക. അതിന്റെ നേരെ ഓപ്പോസിറ്റ് കാണുക. ഒരു എക്സാമ്പിൾ ഇങ്ങനെ പറയുകയാണെങ്കിൽ, ഹസ്ബൻഡ് വൈഫിനോട് അരിശപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത്, ഹസ്ബൻഡ് പുറത്തു പോയ സമയത്ത് വൈഫ് ചോദിച്ചു എവിടെ പോവാന്ന് ചോദിച്ചു. നീ എന്തിനാണ് അത് അറിയുന്നതെന്ന് ആര് ചോദിച്ചു? ഹസ്ബൻഡ് ചോദിച്ചു. അതിൽ കയറി പിടിച്ചു, ആകെപ്പാടെ പ്രശ്നമായി, ഇഷ്യൂസ് ആയി. എന്നാൽ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വിഷ്വലൈസ് ചെയ്യണം ഇത് എഴുതി വെച്ചതിന് ശേഷം. അതായത് വൈഫ് ചോദിക്കുന്നു എവിടെ പോവാണ്, അപ്പം ഹസ്ബൻഡ് പറയുന്നു ഞാൻ കടയിൽ വരെ ഒന്ന് പോവുക, നിനക്ക് എന്തെങ്കിലും മേടിച്ചോണ്ട് വരണം. അന്നേരം വൈഫ് പറയുന്നു എനിക്കൊരു ചോക്ലേറ്റ് കിട്ടിയാൽ മതി എന്ന് പറയുന്നു. ആ ചോക്ലേറ്റ് മേടിക്കുന്ന വളരെ സ്നേഹത്തോടു കൂടി തിരിച്ചു വന്നു കഴിയുമ്പോൾ അത് കഴിക്കുന്നു. അവരെ വളരെ ഹാപ്പി ആയിട്ട് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നു. അത് വിഷ്വലൈസ് ചെയ്ത് കാണണം. അങ്ങനെ ഈ നേരത്തെ സൂചിപ്പിച്ച 10 കാര്യങ്ങളിലും ഇതുപോലെ കണ്ടു കഴിയുമ്പോൾ ബ്രെയിന് മനസ്സിലാകും ആദ്യത്തെ രീതിയല്ല, ഈ രണ്ടാമത് കണ്ട രീതിയാണ് കുറച്ചും കൂടി ബെറ്റർ എന്നും ബ്രെയിൻ അത് റിയലൈസ് ചെയ്യുകയും പിന്നെ അങ്ങനെ ഒരു ന്യൂറൽ പാത്വേ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും അതനുസരിച്ച് ഒരു ഹാബിറ്റ് രൂപീകരിക്കപ്പെടുകയും അതനുസരിച്ച് പ്രശ്നങ്ങളില്ലാത്ത ഒരു ലൈഫിലേക്ക് കടക്കുകയും ചെയ്യും. അങ്ങനെ ഒരു ലൈഫ് ഉണ്ടാവും. കാരണം ഇപ്പൊ ഈ അരിശവും ഇറിറ്റേഷൻ ഉള്ള ആൾക്കാരെന്ന് പറയുന്നത് ഇത്ര ക്ഷമ പോലും ഇല്ലാത്തവരാണ്. ഇത്രയൊക്കെ പ്രൊസീജിയർ ഡയറിയിൽ എഴുതുക എന്നൊക്കെ പറയുന്നത് അവർക്കൊക്കെ പറ്റുന്ന പരിപാടിയാണ്. ഈ പ്രൊസീജിയർ തീർച്ചയായിട്ടും നടക്കും. പക്ഷെ അതിന്റെ കൂടെ തന്നെ അവർക്കൊരു ആഗ്രഹം കൂടി വേണം. അതിന്റെ കൂടെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പൊ വൈറ്റമിൻ ഡിയുടെ കുറവാണെങ്കിൽ ഡോക്ടറെ പോലെയുള്ള ആൾക്കാരുടെ ഒരു സപ്പോർട്ടോട് കൂടി എന്ത് ചെയ്യുന്നു, ഈ വൈറ്റമിൻ ഡി എന്ന് പറയുന്ന സപ്ലിമെന്റ് കൊടുത്തു കഴിയുമ്പോൾ ആ കെമിക്കൽ ഇംബാലൻസ് സോൾവ് ആകുന്നു. അതോടൊപ്പം തന്നെ തൈറോയിഡിന്റെ അല്ലെങ്കിൽ PCOD ഒക്കെ മെഡിസിൻ കഴിച്ചു കഴിയുമ്പോൾ അതിന്റേതായ പ്രശ്നം സോൾവ് ആകുന്നു. പിന്നെ ഒരു ഇൻസൈറ്റ് ഉണ്ടാവും. നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഈ മെഡിസിൻ കൊടുക്കുമ്പോഴും ഇൻസൈറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ എങ്കിലും റിസൾട്ട് കിട്ടുള്ളൂ. അതായത് നമ്മളിപ്പോ സൈക്കാട്രിസ്റ്റിന്റെ അടുത്തേക്ക് വിടുന്നു, ഡോക്ടേഴ്സിന്റെ അടുത്തേക്ക് വിടുന്നു അതിന് വേണ്ടിയിട്ടാണ്. അവരാ മെഡിസിൻ എടുക്കുന്നു, ഇൻസൈറ്റ് നമുക്ക് തിരിച്ചു കിട്ടുന്നു. ഇൻസൈറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഡയറി റൈറ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പോസിബിൾ ആണ്. ഇപ്പൊ നമ്മള് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന വേറൊരു പ്രശ്നം എന്ന് പറയുന്നത്, അവർക്ക് സാമ്പത്തികമായിട്ട് അവർ ഓക്കെയാണ്, സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്, എഡ്യൂക്കേഷൻ ഉണ്ട്, എല്ലാ ടൈപ്പ് കാര്യങ്ങളും ഉണ്ട്. പക്ഷെ ഒരു തീരുമാനം എടുക്കാനായിട്ടുള്ള ഒരു പ്രശ്നമുണ്ട്. എന്ന് വെച്ചാൽ ഒരു കല്യാണത്തിന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കാൻ പ്രശ്നം, ഒരു ജോലിയിലേക്ക് കയറാനുള്ള പ്രശ്നം, അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ലൈഫിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരുത്താനായിട്ടുള്ള തീരുമാനം എടുക്കാനുള്ള പ്രശ്നം. പലപ്പോഴും ഈ തീരുമാനം എടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സാഹചര്യം. കാരണം തീരുമാനമാണല്ലോ ലൈഫ്. കാരണം നമ്മൾ എന്ത് തീരുമാനിക്കുന്നു അതിനനുസരിച്ചായിരിക്കും നമ്മുടെ മുന്നോട്ടുള്ള ലൈഫ് കിടക്കുന്നത്. അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ട്. അവർക്കൊരു കോൺഫിഡൻസ് ലെവലില്ല. ആ കോൺഫിഡൻസ് എപ്പോഴും കുറയുന്ന ഒരു കണ്ടീഷൻ അവരെ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും. അപ്പം ഇങ്ങനെയുള്ള കണ്ടീഷനിൽ ശരിക്കും എന്താണ് സാർ ചെയ്യുന്ന കാര്യം? അങ്ങനെ ഒരാളെ വന്ന് അപ്രോച്ച് ചെയ്യുവാണെങ്കിൽ ഓക്കെ, ആൾക്കാർ അങ്ങനെ വരാറുണ്ട്. ഇവരുടെ ഒരു സൈക്കോളജിക്കൽ ലെവൽ നമ്മൾ പരിശോധിച്ച് കഴിയുമ്പോൾ മിക്കവാറും അവർക്ക് ഡിപ്രഷൻ ഉണ്ടാവും. ഇതെല്ലാം ഡിപ്രഷനുമായിട്ട് കണക്റ്റഡ് ആണ്. ഓക്കെ, ഇൻഡിസിസീവ്നെസ് എന്ന് പറയും, തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ. അത് അവർക്ക് അറിയാം ഇങ്ങനെ തീരുമാനം എടുക്കാൻ നല്ലതെന്ന് അറിയാം, പക്ഷെ അവർക്ക് പറ്റത്തില്ല.
പറ്റുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയാണ്. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ ആ ഡിപ്രഷനുള്ള സൊല്യൂഷൻസ് ആണ് നമ്മൾ ആദ്യമായിട്ട് കൊടുക്കേണ്ടത്. ഇപ്പം ചിലപ്പോൾ അത് വളരെ സീരിയസ് ആയിട്ട് സിവിയർ ലെവലിലാണെങ്കിൽ തീർച്ചയായിട്ടും മെഡിക്കേഷൻ കാര്യങ്ങൾ, മോഡറേറ്റ് ലെവലിലാണെങ്കിൽ മെഡിക്കേഷൻ കാര്യങ്ങളിലേക്ക് വിടും. അതല്ലെങ്കിൽ എന്താണ് നമ്മൾ മറ്റു കൗൺസിലിംഗ് ടെക്നിക്സിലൂടെ ആ ഡിപ്രഷൻ. എന്ത് ടെക്നിക്കായിരിക്കും ഇങ്ങനെ ഒരു കോൺഫിഡൻസ് കുറവുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്നത്? ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്വലൈസേഷൻ ആൻഡ് പോസിറ്റീവ് സെൽഫ് അഫർമേഷൻസ് എന്ന് പറയുന്ന ഒരു ടെക്നിക്കുണ്ട്. ഇപ്പം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല, കോൺഫിഡൻസോട് കൂടി ഓഫീസിൽ പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരു 2 വാക്ക് കോൺഫിഡൻസോട് കൂടി പറയാൻ പറ്റുന്നില്ല, ലൈഫ് തന്നെ ആകപ്പാടെ എന്താണ് ഒരു കഷ്ടപ്പാടിന്റെ അവസ്ഥയിൽ കൂടിയാണ്, ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെയുള്ള അവസ്ഥ വന്നു കഴിയുമ്പോൾ ഇത് തന്നെയാണ് ഈ സ്റ്റേജിൽ കയറി സംസാരിക്കാൻ പറ്റാത്തത്. ഇത് തന്നെയാണ് സ്റ്റേജ് ഫിയർ എന്ന് പറയുന്ന മറ്റൊരു അവസ്ഥയാണ്, വേറെ അവസ്ഥയുണ്ട്. ഓക്കെ, അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ വ്യക്തിയുടെ ഉള്ളിലേക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ചില സെൽഫ് അഫർമേഷൻസ് കൊടുക്കും. നമ്മൾ ആദ്യം സജഷൻസ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഈ വ്യക്തിയെ കൊണ്ട് തന്നെ പിന്നീട് പോസിറ്റീവ് ആയിട്ടുള്ള അഫർമേഷൻസ് എഴുതിപ്പിച്ച് അത് ആ വ്യക്തി ഉള്ളിലേക്ക് പറയും. ഇപ്പം അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഹിപ്നോട്ടിക് ഇന്റർവെൻഷൻ കൊടുത്തതിന് ശേഷം യു ആർ റിയലി കോൺഫിഡന്റ്, യു ആർ കേപ്പബിൾ ഇനഫ് ടു ഡു ദ തിങ്സ് എന്ന് പറയുമ്പോൾ അത് സജഷൻസ് ആയി. പോസിറ്റീവ് സജഷൻസ് നമ്മൾ കൊടുക്കുക, ഈ വ്യക്തിയുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുക്കുകയാണ്. ഇത് നല്ലൊരു മെത്തേഡാണ്. അതിനുശേഷം ഈ വ്യക്തി ഈ നമ്മുടെ സെഷൻ കഴിഞ്ഞതിന് ശേഷം ഇത് പ്രാക്ടീസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് സെൽഫ് അഫർമേഷൻ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആയിട്ടുള്ള സെന്റൻസുകൾ ഇദ്ദേഹം തന്നെ ഉള്ളിൽ പറയണം. ഐ ആം റിയലി കോൺഫിഡന്റ്, ഐ ആം റിയലി കേപ്പബിൾ, ഇത്തരത്തിലുള്ള സെന്റൻസുകൾ ഈ വ്യക്തിയെ പറഞ്ഞു പഠിപ്പിച്ച് ഇത് പറയും. ഇത് പറയുമ്പോൾ എന്താ ശരിക്കും സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെയിനിൽ അതിനനുസരിച്ചുള്ള ചിന്തകൾ ഉണ്ടാവുകയും ആ ഒരു എല്ലാ ചിന്തകൾക്കും അതിന്റേതായ വൈബ്രേഷനും ഫ്രീക്വൻസിയും ഉണ്ട്. അതിന്റെ പേരിൽ അത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിലൂടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുകയും ഏത് ഹോർമോൺ ആണോ ഉത്പാദിപ്പിക്കപ്പെടേണ്ടത് ആ ഹോർമോൺ ഉത്പാദിപ്പിക്കപ്പെടുകയും അങ്ങനെ കോൺഫിഡൻസിലേക്ക് അതല്ലെങ്കിൽ വേറെ ഏത് കാര്യത്തിലേക്കും ആ വ്യക്തിയെ നയിക്കുകയും ചെയ്യുന്ന പ്രോസസ്സാണത്. അതൊരു എത്ര % സക്സസ് ഉണ്ട് ഇങ്ങനെ ഒരു പ്രോസസ് ഒക്കെ ചെയ്യുമ്പോൾ? ഈ പ്രോസസ് ചെയ്യുമ്പോൾ നമ്മൾ 360 ഡിഗ്രി അപ്രോച്ച് നടത്തണമെന്നേ ഉള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്രഷൻ ഉണ്ടെങ്കിൽ ഡിപ്രഷനെ ഹീൽ ചെയ്യണം. ഡിപ്രഷന്റെ കാര്യങ്ങളാണെങ്കിൽ ആ കാര്യങ്ങൾ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനുള്ള മാർഗങ്ങൾ കൊടുക്കണം. ഒപ്പം തന്നെ ഇത് കൂടെ കൊടുക്കണം. അങ്ങനെ ഇതെല്ലാം കൂടി ഒരുമിച്ച് വരുമ്പോഴാണ് ഇത് സക്സസ് ആവുന്നത്. അതിന് മറ്റൊരു ടെക്നിക്ക് എന്ന് പറയുന്നത് വിഷ്വലൈസേഷൻ പ്രോസസ്സാണ്. അതായത് ഒരു വ്യക്തിക്ക് ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല കോൺഫിഡൻസോട് കൂടി, ഉദാഹരണം പറഞ്ഞാൽ ഓഫീസിൽ പോകാൻ പറ്റുന്നില്ല, അവിടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല, അത് വിഷ്വലൈസ് ചെയ്ത് കാണണം. പക്ഷേ വിഷ്വലൈസേഷനിൽ ഒരു പ്രത്യേകതയുണ്ട്. അതായത് 5 സെൻസസും ആക്റ്റീവായിട്ട് ഉപയോഗിക്കണം. അവിടെ ചെല്ലുന്ന ഓഫീസിൽ പോകുന്നതും അത് കാണണം, ഓഫീസിൽ കാര്യങ്ങൾ ചെയ്യുന്നത്, മറ്റുള്ളവരുടെ സംസാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേൾക്കണം, അത് ഫീൽ ചെയ്യണം. ഓഫീസിൽ പോയിരുന്ന് വളരെ ഹാപ്പി ആയിട്ട് ഇന്റർവെലിന്റെ സമയത്ത് ചായ കുടിക്കുന്നത് അത് ടേസ്റ്റ് ചെയ്യണം, ആ ഫ്രാഗ്രൻസ് സ്മെൽ ചെയ്യണം. അങ്ങനെ 5 സെൻസസിനെയും ആക്ടിവേറ്റ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ വിഷ്വലൈസേഷൻ പ്രോസസ് നടത്താൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ കാര്യങ്ങൾ വർക്ക്ഔട്ട് ആവില്ല. അപ്പൊ ഇതിലെല്ലാത്തിനും ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം ശരിയായ രീതിയിലാണ് ഫോളോ ചെയ്യപ്പെടുന്നതെങ്കിൽ പ്രശ്നങ്ങളില്ല. അത് കറക്റ്റായിട്ട് ഈ പ്രശ്നത്തിൽ നിന്ന് ഈ വ്യക്തി പുറത്തു കിടക്കും. അതായത് ഇതിനെക്കുറിച്ച് ഒരു അത്യാവശ്യം നോളജ് ഉള്ള ആളുടെ അടുത്ത് മാത്രമേ ഇത് ചെയ്തിട്ട് കാര്യമുള്ളൂ. അതായത് ആ വ്യക്തിയുടെ ഒരു കൗൺസിലിങ്ങിനോ അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിലാണെങ്കിലും, ഇപ്പോൾ ഡോക്ടേഴ്സിന്റെ അടുത്താണെങ്കിലും ഡോക്ടർക്ക് അറിയാമല്ലോ, ഒരാളുടെ അടുത്തേക്ക് ഒരു വ്യക്തി പോകുന്നത്, ഒരു ക്ലയന്റ് പോകുന്നത് ആ വ്യക്തിയെ കുറിച്ച് അറിഞ്ഞതിന് ശേഷമാണ്. അവിടെ റിസൾട്ട് ഉണ്ടെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം പോവുക. തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടും, അതിന്റെ അത് യാതൊരു സംശയമില്ല. പിന്നെ ഇപ്പം ഡോക്ടറിനോട് ചോദിച്ചു, ഈ പ്രസംഗം പറയുന്നതുമായി ബന്ധപ്പെട്ട് സർക്കിൾ ഓഫ് എക്സലൻസ് ടെക്നിക്സ് എന്ന് പറഞ്ഞൊരു ടെക്നിക് ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷ്വലൈസേഷൻ പ്രോസസ് ആണ്. നമ്മൾ നമ്മുടെ തൊട്ട് മുമ്പിലായിട്ട് മനസ്സുകൊണ്ടൊരു സർക്കിൾ വരയ്ക്കുന്നു. ഓക്കെ, ആ സർക്കിൾ നിലത്ത് വരച്ചാൽ മതി. ആ സർക്കിളിലേക്ക് നമ്മൾ കയറുന്ന സമയത്ത് അതിൽ നിന്ന് പ്രകാശം വരുന്നു. ആ പ്രകാശം നമ്മുടെ ശരീരത്തിലേക്ക് കടക്കുകയും നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹിക്കുന്ന കാര്യം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും. കുറച്ച് മറ്റു ചില പ്രൊസീജിയേഴ്സും കൂടിയുണ്ട്. അപ്പം ഈ ഒരു എക്സസൈസ് നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെ വേണമെങ്കിലും ഈ സർക്കിൾ ഉപയോഗിക്കാൻ പറ്റും. അത് വിഷ്വലൈസേഷനിലൂടെയാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. അതോടുകൂടി നമ്മുടെ ഉള്ളിലേക്ക് ഈ കോൺഫിഡൻസ് എന്ന് പറയുന്നത് അസോസിയേറ്റ് ചെയ്യപ്പെടും. അപ്പൊ ഈ സർക്കിൾ എന്ന് പറയുന്നത് അവിടെ നമ്മൾ ആൾക്കാരെ ഒന്ന് വിഷ്വലൈസ് ചെയ്യുന്നില്ലേ? ആൾക്കാരെ മാത്രമേ ഉള്ളൂ. ആൾക്കാരെ മാത്രമല്ല, നമ്മൾ ഈ ആദ്യ പ്രൊസീജിയർ ചെയ്യും. അതിനുശേഷം മറ്റൊരു രീതിയാണ് ആൾക്കാരെ വിഷ്വലൈസ് ചെയ്യുകയും അവരുടെ മുമ്പിൽ നിന്ന് പ്രസംഗം പറയുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് മറ്റൊരു വിഷ്വലൈസേഷൻ പ്രോസസ്സാണ്. രണ്ട് ടെക്നിക്കുകളാണ് ഞാൻ പറയുന്നത്. ഈ സർക്കിൾ ഓഫ് എക്സലൻസ് എന്ന് പറയുന്നത് ഒരു ടെക്നിക്ക്, രണ്ടാമത് ഇപ്പൊ ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ ആൾക്കാരെ കണ്ടിട്ട് വിഷ്വലൈസ് ചെയ്ത് ആൾക്കാരോടുള്ള പേടി ഡീസെൻസിറ്റൈസ് ചെയ്ത് കോൺഫിഡൻസ് കൂട്ടുന്ന മറ്റൊരു ടെക്നിക്കാണ്. ഓക്കെ, ഇപ്പൊ വളരെ കോമൺ ആയിട്ട് കണ്ടിരുന്ന വേറൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മളിപ്പോ ഒരു 8ാം ക്ലാസ്സിലെ ഒരു കുട്ടിയോട് ചോദിക്കുകയാണ് എന്താ അവൻ ആഗ്രഹം. പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ല. 10ാം ക്ലാസ് വന്നാലും ഇങ്ങനെ തന്നെയാണ്, +2 വന്നാലും ഇങ്ങനെ തന്നെയാണ്. എന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ പഠിച്ചു പോകുന്നു എന്നുള്ളതാണ്. അപ്പം കുട്ടികളുടെ കാര്യത്തിൽ മാത്രമല്ല, പലപ്പോഴും നമ്മളിപ്പം മുതിർന്ന ആൾക്കാരോട് ചോദിക്കുമ്പോഴും എന്താണ് ഫ്യൂച്ചർ പരിപാടി എന്ന് ചോദിക്കുമ്പോൾ എങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു, പോകുന്ന പോലെ അങ്ങ് പോകട്ടെ എന്ന രീതിയിലേക്ക് വരും. ശരിക്കും പറഞ്ഞാൽ ഗോൾ സെറ്റിങ്ങിന്റെ പ്രശ്നമാണ്. എന്താ പറയാ, ഇപ്പൊ നാളെ നമുക്ക് എന്താ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അടുത്ത കൊല്ലം എന്താ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ട് എങ്ങനെയാണ് എന്നുള്ള രീതിയിൽ ഒരു ക്ലാരിറ്റി ഒന്നും ഇല്ല, പൊതുവെ ഇല്ല.
അപ്പൊ അങ്ങനെ വരുമ്പം എല്ലാവർക്കും അല്ല, ചിലർക്ക് അങ്ങനെ ഒരു ഗോൾ സെറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുള്ള വരുന്ന സമയങ്ങളിൽ സാർ എങ്ങനെയാണ് അതിനെ ഹാൻഡിൽ ചെയ്യുന്നത്? അതൊരു നല്ലൊരു ചോദ്യമാണ്. ഈ ഗോൾ സെറ്റിംഗിന്റെ ബുദ്ധിമുട്ട് ശരിക്കും ഉണ്ടാവാനുള്ള റീസൺ എന്ന് പറയുന്നത് ചെറുപ്പകാലത്തെ ഒരു ട്രെയിനിങ് ഇല്ലായ്മയുടെ പ്രശ്നം കൊണ്ടാണെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതാപിതാക്കള് കൃത്യമായിട്ട് ഗോൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ ഗോൾ സെറ്റിങ്ങിനെ കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടില്ല എങ്കിൽ പ്രശ്നം ഉണ്ടാവാനുള്ള സാധ്യത എന്തായാലും പലപ്പോഴും മാതാപിതാക്കൾക്ക് ഒരു ഗോൾ ഉണ്ടല്ലോ, അത് വെച്ചാണല്ലോ കുട്ടികൾ പഠിക്കുന്നതൊക്കെ. പക്ഷെ അവരെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല പലപ്പോഴും. അതായത് ഇന്നതായിരുന്നു എന്റെ ഗോള്, എന്റെ ലൈഫിൽ ഞാൻ ഇന്ന നേട്ടങ്ങൾ ഉണ്ടായി എന്നുള്ള ഒരു ചർച്ചയോ അല്ലെങ്കിൽ ഡിസ്കഷനോ കാര്യങ്ങളോ ഒന്നും ഈ കുട്ടികളുമായിട്ട് നടക്കുന്നില്ല. അതുകൊണ്ട് കുട്ടികൾക്ക് അറിയില്ല. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടർ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം, ചില മാതാപിതാക്കള് ഈ ഗോളിന് അമിതമായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. ഇത് ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേര് അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് മരിച്ചു കിടന്ന് പണിയെടുക്കും. അവസാനം അത് കിട്ടിയില്ലെങ്കിൽ ഡിപ്രഷനിലേക്കും അതോടൊപ്പം തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട സൂയിസൈഡ് ടെൻഡൻസിയിലേക്കും ഒക്കെ പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഓവറായാലും പ്രശ്നമാണ്. ചില മാതാപിതാക്കൾക്ക് ഇത് ഒട്ടുമേ ഇല്ല അങ്ങനെയുള്ള അവസ്ഥയുണ്ട്. നമുക്കൊരു മിഡിൽ പാത്താ വേണ്ടി ഒരു മീഡിയം ലെവലിൽ നിന്നിട്ട് എന്താണ് ഗോൾ സെറ്റിംഗും കാര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുക്കണം. ഈ ഒരു റോൾ മോഡലായിട്ട് മാറുക പേരൻസ്, ഗോളൊക്കെ സെറ്റ് ചെയ്ത് അത് അച്ചീവ് ചെയ്യുന്നത്, കുട്ടികളുമായിട്ട് ഡിസ്കസ് ചെയ്ത് മുമ്പോട്ട് പോകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ടീച്ചേഴ്സിന് ഒരു വലിയൊരു റോൾ ഉണ്ട് ഇതിനകത്ത്. ടീച്ചേഴ്സിന്റെ റോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടീച്ചേഴ്സ് അവരുടെ സ്റ്റോറീസ് പറയണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഒരു ഗോൾ സെറ്റ് ചെയ്തിരുന്നു, അത് ഞാൻ അച്ചീവ് ചെയ്തു. ആ ഒരു റോൾ മോഡലിംഗ് ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അപ്പൊ ഇതൊരു മാതാപിതാക്കളുടെയും ടീച്ചേഴ്സിന്റെയും കൂടി ഒരുമിച്ചുള്ള ഒരു യജ്ഞത്തിന്റെ ഫലമായിട്ടാണ് കുട്ടികളിലേക്ക് എന്ത് പോവുക, ഗോൾ സെറ്റ് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവുക. എന്നാൽ ചില കുട്ടികളിൽ, വളരെ ന്യൂനപക്ഷമായിട്ടുള്ള ചില കുട്ടികളിൽ വളരെ ചെറുപ്പകാലം തന്നെ എനിക്ക് ഇന്നതാവണം എന്നുള്ളൊരു ആഗ്രഹം പറയാറുണ്ട്. പക്ഷെ അതിനകത്ത് വേറെ ചില കാര്യങ്ങളുണ്ട്. നമ്മൾ കേട്ടിട്ടുണ്ട് കൊച്ചുനാളില് നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എന്താണ് ഒരു ഓല കൊണ്ട്, അതായത് ഈ തെങ്ങിന്റെ ഓല കൊണ്ട് കണ്ണാടിയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കി വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ആവണമെന്ന് പറയും. പക്ഷെ അത് ശരിക്കും ആ കൊച്ചു സമയത്തിന്റേതായിട്ടുള്ള സാധനമാണ്. എന്റെ മോനാണെങ്കിലും മോന് മൈക്കിൾ ജാക്സനെ ഇഷ്ടമാണ്. അത് ഏത് സമയവും മൈക്കിൾ ജാക്സന്റെ ഡാൻസും അവന്റെ സ്റ്റെപ്പ് കാര്യങ്ങളെല്ലാം കാണിക്കും. അപ്പൊ മൈക്കിൾ ജാക്സനെ പോലെ ഒരു റോക്ക് സ്റ്റാർ ആകണം എന്നാണ് പറയുന്നത്. പക്ഷെ അപ്പൊ അത് പറയുക എന്ന് പറഞ്ഞാൽ അത് ആ പ്രായത്തിന്റേതായ ഒരു രീതി, അത് വളർന്നു വരുന്ന രീതികളും. അപ്പം ചിലപ്പം വളരെ ലോ പ്രൊഫൈൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ ആവണമെന്ന് കുട്ടികൾ പറയാറുണ്ട്. ചിലപ്പോൾ വളരെ ക്രൂരമായിട്ടുള്ള കാര്യങ്ങൾ, എനിക്ക് തോക്കെടുത്തിട്ട് വെടിവെക്കുന്ന ഒരാളായി തീരണം, ചിലപ്പോൾ സിനിമയിലൊക്കെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും അങ്ങനെ പറയുന്നത്. അപ്പൊ നമ്മളൊരു ശരിയായ ഒരു ഡയറക്ഷൻ കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഡയറക്ഷൻ കൊടുക്കണമെങ്കിൽ ഈ കൊച്ചിന്റെ ആപ്റ്റിറ്റ്യൂഡ് എന്താണ്, ഈ കൊച്ചിന് ഇഷ്ടപ്പെട്ട സബ്ജക്ട് ഏതാണ്, ഈ കൊച്ചിന് ഇഷ്ടമില്ലാത്ത സബ്ജക്ട് ഏതാണ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വേണം. ഈ കൊച്ചിന്റെ ഇന്റലക്ച്വൽ കപ്പാസിറ്റി എങ്ങനെയാണ്, ഈ കൊച്ചിന്റെ ഇമോഷണൽ കോഷ്യന്റ് എങ്ങനെയാണെന്നൊക്കെ അറിഞ്ഞിട്ട് വേണം ഗോൾ സെറ്റിംഗിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട്. അത് ഏകദേശം ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ്സോട് കൂടി ആ ഗോൾ സെറ്റിംഗ് കൊടുക്കുകയാണ് എപ്പോഴും നല്ലത്. പക്ഷെ അത് ചെയ്യുമ്പോൾ ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള കരിയർ ഗൈഡൻസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കൗൺസിലറുടെ അടുത്ത് ചെന്നിട്ട് ഈ കൊച്ചിനെ ആ കൗൺസിലർ മനസ്സിലാക്കുകയും ചില ഗൈഡൻസുകൾ നൽകുകയും ചെയ്യും. അതൊരു ഗൈഡ് ലൈനാണ്. ആ ഗൈഡ് ലൈൻ അനുസരിച്ച് ഈ കൊച്ചു പോവുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഈ കൊച്ചിന് ധാരാളമായിട്ടുള്ള ക്വസ്റ്റനേഴ്സ് ഉണ്ട്, വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റനേഴ്സ് ഉണ്ട്. പക്ഷെ എപ്പോഴും ഓർക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ കമ്പ്യൂട്ടറൈസ്ഡ് അല്ലെങ്കിൽ ക്വസ്റ്റനെയർ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. മറിച്ച് ഒരു ഹ്യൂമൻ ടച്ച് കൂടി ഉണ്ടാവണം. അതായത് ഒരു കരിയറിലേക്ക്, ഈ കുട്ടിക്ക് ഇന്ന കരിയറിലേക്ക് പോകാൻ പറ്റുമെന്ന് അനലൈസ് ചെയ്ത് പറയാൻ പറ്റുന്ന ഒരു എക്സ്പെർട്ടിന്റെ അടുത്തേക്കാണ് നിർബന്ധമായിട്ടും ഈ കുട്ടി പോകേണ്ടത്. പക്ഷെ ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. നമ്മൾ ഈ പണ്ടത്തെ രീതി അനുസരിച്ച് നമുക്ക് ഒരു ഡോക്ടർ, എഞ്ചിനീയർ, വക്കീല് എന്നൊക്കെ, അല്ലെങ്കിൽ സ്റ്റാഫ് നഴ്സ്, അല്ലെങ്കിൽ അങ്ങനെ പറയാം ആർക്കിടെക്ട്, അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളാണല്ലോ പോകുന്നത്. ഇപ്പോഴത്തെ രീതികളൊക്കെ മാറി. ഇപ്പോഴത്തെ രീതി എന്ന് പറഞ്ഞാൽ ഇപ്പം അങ്ങനെ ഇന്ന കോഴ്സ് പഠിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഇപ്പം നന്നായിട്ട് പാടാൻ പറ്റുന്ന ആ വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് വളരെ ഉന്നതിയിലേക്ക് എത്താൻ പറ്റും. ഏതൊരു കഴിവാണ് ഇപ്പോഴത്തെ മെയിൻ ഇമ്പോർട്ടന്റ്. അത് സർട്ടിഫിക്കറ്റോ കാര്യങ്ങളൊക്കെ സെക്കൻഡറി ആയിട്ടുള്ളത്. ശരിയാ, ഒരു മെഡിക്കൽ പ്രാക്ടീസ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഇതൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആവശ്യമാണ്, ഇല്ലെന്നല്ല. എന്നാലും ഇപ്പോഴത്തെ തലമുറ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് കഴിവുകൾക്കാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പൊ അവർക്ക് ഇങ്ങനത്തെ മെത്തേഡുകൾ വർക്ക്ഔട്ട് ആവുക, അവരുടെ കഴിവ് ഏതാന്നുള്ളത് ഒരു കാര്യം കൂടി ഉള്ളതെന്ന് പറയുന്നത്, പലപ്പോഴും ചില മോട്ടിവേഷണൽ ട്രെയിനേഴ്സ് ഒക്കെ ഇങ്ങനെ പറയുന്നത് ഡോക്ടറും കേട്ടുണ്ടാവും, 10ാം ക്ലാസ് തോട്ട് ഇന്ന ആള് ലെവലിൽ വന്നു എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സർട്ടിഫിക്കറ്റിനും അതോടൊപ്പം തന്നെ കഴിവുകൾക്കും ഒരുപോലെ പ്രാധാന്യമുള്ള ഒരു കാലഘട്ടം കൂടിയായിട്ട് ഇതിനെ കാണാറുണ്ട്. ഇപ്പൊ എന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ്, ഇപ്പൊ ഡോക്ടർ തന്നെ സൂചിപ്പിച്ചു, ഒരു ഡോക്ടർ പാട്ട് പാടുകയാണെങ്കിൽ അതിനൊരു വില കൂടുതലുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡോക്ടറാണ് പാട്ട് പാടുന്നത്. ഒരു അഡ്വക്കേറ്റ് ഇന്ന കാര്യം ചെയ്തു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വാല്യൂ കൂടുതലുണ്ട്. എന്ന് പറഞ്ഞാൽ പഠിക്കേണ്ട സമയത്ത് എനിക്ക് തോന്നുന്നു പഠിക്കുന്നത് എന്ന് പറയുന്നത് ഒരു ഗോൾ സെറ്റിംഗിന്റെ ഭാഗമാണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിനുശേഷം നമ്മളിതൊക്കെ പറയുമ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാ വ്യക്തികളിലും സ്ട്രെങ്ത് ഉണ്ട്.
എല്ലാ വ്യക്തികളും സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുമ്പോൾ ധാരാളമായിട്ടുള്ള സ്കില്ലുകൾ നേടിയെടുക്കുന്നുണ്ട്. ഈ സ്കില്ലുകൾക്കും മുകളിൽ ടാലന്റ് എന്ന് പറയുന്ന ഒരു ലെവലുണ്ട്. ഓക്കെ, ആ ടാലന്റ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ വ്യക്തിയും നമ്മൾ എന്ത് ചെയ്യണം, റെഡിയാക്കണം. എങ്കിലേ ആ വ്യക്തിക്ക് ഒരു പരിധിയിൽ കൂടുതൽ വളരാൻ സാധിക്കുകയുള്ളൂ. പരിധിയിൽ കൂടുതൽ വളരാൻ എന്ന് പറഞ്ഞാൽ വളരെ ഉയരങ്ങളിലേക്ക് ഉയരാൻ ടാലന്റ് ഐഡന്റിഫൈ ചെയ്തെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. സ്കില്ല് മനസ്സിലാക്കുന്ന ഒരു വ്യക്തി ആ സ്കില്ല് ഷാർപ്പൺ ചെയ്ത് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ആവറേജ് ലെവലിൽ നിൽക്കുകയുള്ളൂ. ഈ സ്കില്ലിന് മുകളിലുള്ള ടാലന്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഈ വ്യക്തിയെ പ്രാപ്തനാക്കണം. അതാണ് ശരിക്കും ഒരു ഗോൾ സെറ്റിംഗിന്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. എല്ലാ വ്യക്തികളിലും ടാലന്റ് ഉണ്ട് എന്നുള്ളതാണ് വസ്തുത. ആള് വരുവാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, എന്ത് പ്രൊസീജിയേഴ്സ് ആയിരിക്കും അവരെ കൊണ്ട് ചെയ്യുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ ഇന്റലക്ച്വൽ കപ്പാസിറ്റി എന്താണ്, ഈ വ്യക്തിയുടെ സ്ട്രെങ്ത് എന്താണ്, ഈ വ്യക്തിയുടെ വീക്ക്നെസ് എന്താണ്, ഈ വ്യക്തിയുടെ ഇമോഷണൽ കോഷ്യന്റ് എവിടെയാണ് നിൽക്കുന്നത് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അനലൈസ് ചെയ്തു. അത് ലോങ് പ്രോസസ് ആണ്. ഇനി അത് മാത്രം പോരാ, ഈ വ്യക്തിയുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, ഈ വ്യക്തിയുടെ ഫാദറിന്റെ മദറിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള എന്റെ ഹിസ്റ്ററി നമ്മൾ മനസ്സിലാക്കി ഒരു ലൈഫ് കോച്ചിങ് മെത്തേഡിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴാണ് ശരിക്കും ഒരു വ്യക്തിയുടെ ഗോൾ സെറ്റിംഗ് കൃത്യമായിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതായത് ഒരു പേരന്റിങ്ങിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ ഇത് മാറണം. ഓക്കെ, അവരുടെ കുട്ടികള് ഒരു നല്ല ലെവലിലേക്ക് എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഈ ഒരു ട്രെയിനിങ് പ്രോസസ്സും കൂടെ ഉൾപ്പെടുത്തുവാണെങ്കിലാണ് ഏറ്റവും നല്ലത്. അത് പക്ഷേ നിർബന്ധമായിട്ട് ഈ പറയുന്ന സ്കൂൾ മാനേജ്മെന്റ് ഒക്കെ ഒരു ചെയ്യേണ്ടതാണ്. ഇപ്പൊ ഒരു ഭൂരിപക്ഷം സ്കൂളുകൾ അത് ചെയ്യുന്നുണ്ട്. എന്നാൽ പല സ്കൂളുകളിലും അത് ചെയ്യാതെയുമുണ്ട്. അത് നമ്മൾ എത്ര ഡിസ്കസ് ചെയ്താലും ചില സ്കൂളുകൾക്ക് അത് ചെയ്യാനുള്ള ഒരു മടിയുണ്ട്. ഇനി ഇതിനകത്ത് വേറൊന്നുണ്ട്, ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള വേറൊരു കാര്യം. അപ്പം ഞാൻ എന്റെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ ഇത് എന്താ പറയാ ജനറ്റിക് ടെസ്റ്റുകൾ ചെയ്യാറുണ്ട്, ജീൻ ടെസ്റ്റുകൾ. ജീൻ ടെസ്റ്റിനകത്ത് എന്റെ മക്കളുടെ ഞാൻ നോക്കിയതാണ്. ഈ പറയുന്ന ഒബ്ജക്റ്റീവ് ടൈപ്സ് ക്വസ്റ്റ്യൻസ്, അതേപോലെ പ്രോട്ടോകോൾസ്, കാര്യങ്ങൾ അതൊന്നുമല്ല. ഇത് സെലൈവ എടുക്കും. നമ്മുടെ സെലൈവ എടുക്കുന്നു, അതിനകത്ത് DNA എക്സ്ട്രാക്ട് ചെയ്യുന്നു. അതിനകത്ത് ഈ വ്യക്തിക്ക് ആ DNA ഉള്ള ആളുടെ ആ വ്യക്തിക്ക് ഫിസിക്കലായിട്ടുള്ള ശ്രമം എടുത്ത് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി ഉണ്ടോ, കോഗ്നേറ്റീവ് ആയിട്ടുള്ള കപ്പാസിറ്റികളുണ്ടോ, കാൽക്കുലേഷൻ കപ്പാസിറ്റികളുണ്ടോ, പാട്ട് പാടാനുള്ള ഇതുണ്ട്. ഇതെല്ലാം ഇപ്പൊ ജീൻ ടെസ്റ്റിൽ സാധനം കിട്ടും. അപ്പൊ അങ്ങനെ നമ്മളിപ്പം ആ ഒരു ടെസ്റ്റുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ഒരു റിപ്പോർട്ട് വെച്ചുകൊണ്ട് അവരുടെ ഒരു ഇതും കൂടെ ചെയ്തിട്ട് അത് കമ്പയർ ചെയ്യാൻ ഒരുമിച്ച് ചെയ്ത് കഴിയുമ്പോൾ അത് 100% കറക്റ്റ് ആയിട്ട് മാറും. അതോടൊപ്പം തന്നെ നമ്മൾ ഓർക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു കൊച്ചിന് ഗോള് സെറ്റ് ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ ആ കൊച്ചിന് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ഇത് ഈ കുട്ടിയുടെ മനസ്സിലേക്ക് കൊടുക്കാൻ നമുക്ക് പറ്റണം. നിനക്കൊരു ഗോളില്ല, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന പരീക്ഷയ്ക്ക് ഇത്ര മാർക്ക് മേടിക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തോട് കൂടി പോകുമ്പോൾ വളരെ എളുപ്പമാണ് ആ കൊച്ചിന് ആ മാർക്ക് മേടിക്കാൻ. അപ്പൊ ഗോൾ സെറ്റിംഗിന്റെ അഡ്വാൻറ്റേജസിനെ കുറിച്ച് ഒരു അവയർനെസ് കുട്ടികൾ കൊടുക്കണം. പിന്നെ ഈ ഗോൾ സെറ്റിംഗ് ശരിക്കും കുട്ടികളുടെ ഇടയിൽ നടക്കാത്തതിന് വേറൊരു കാര്യം എന്ന് പറയുന്നത് പിയർ പ്രഷറാണ്. ആർക്കും ഗോളില്ല, അതുകൊണ്ട് എനിക്കും ഗോൾ വേണ്ട എന്നുള്ള ചിന്ത. എന്നാൽ ചില സ്കൂളുകളിൽ എല്ലാ കുട്ടികൾക്കും ഗോൾസ് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണമെന്ന് ആര് നിർബന്ധം പിടിക്കും? ടീച്ചേഴ്സ് കൃത്യമായിട്ട് ഗൈഡൻസ് കൊടുക്കും. ആ ഗൈഡ് ലൈൻസ് ഉപയോഗിച്ച് കുട്ടികൾ ഗോൾ സെറ്റ് ചെയ്യുകയും മുമ്പോട്ട് പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. എന്നാൽ മറ്റൊരു ഏരിയ നമ്മൾ കാണുന്നത് കുറച്ച് പ്രായമായതിനു ശേഷം, സ്കൂളുകളിലെ ഗോൾ സെറ്റിംഗ് കാര്യങ്ങളൊന്നും നടത്തിയിട്ടില്ല, പക്ഷെ പ്രായമായതിനു ശേഷം ഗോൾ സെറ്റിംഗ് നടത്താതെ ജീവിതത്തിലെ പ്രത്യേകം ലക്ഷ്യങ്ങളൊന്നുമില്ലാതെ അലഞ്ഞു നടക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മൾ കാണുന്നുണ്ട്. ചിലരൊക്കെ എന്ന് പറയുന്നത് അവരുടെ ആ ഫീൽഡിൽ അവര് ഫ്ലറിഷ് ആകാൻ പറ്റുന്നില്ല, അവർക്ക് നിലനിൽക്കാനേ പറ്റത്തില്ല. പക്ഷെ അവർക്ക് വേറൊരു കാര്യം, വേറൊരു രീതികളോ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തത് കൊണ്ട് ലൈഫിൽ ഫെയിലിയർ ആയിട്ട് പോകുന്ന ഒത്തിരി ആളുകളുണ്ട്. അപ്പം എന്തുകൊണ്ടാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു കാര്യം ഫെയിലിയർ ആയി പോകുന്നത് എന്നുള്ളത് നമ്മൾ അനലൈസ് ചെയ്തിട്ടാണ് ഈ വ്യക്തി ഏത് കാര്യത്തിലേക്ക് പോകണമെന്ന് നമ്മൾ തീരുമാനിക്കുക. ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മാത്തമാറ്റിക്കൽ എബിലിറ്റി കുറഞ്ഞ ഒരാള് അയാള് എഞ്ചിനീയർ ആവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. അത് എന്തുകൊണ്ടാണ് ഈ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ഇഷ്യൂസ് ഉള്ളത് നമ്മൾ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പലപ്പോഴും പല സെഷനുകളിലൊക്കെ പറയാറുള്ളതുപോലെ മാത്സ് ഇഷ്ടമില്ലാത്തതിന്റെ പേരിലാണോ, അതെയോ ശരിക്കും ഈ ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്ന മാത്സ് ചെയ്യാൻ പറ്റാത്ത ഒരു ലേണിംഗ് ഡിസബിലിറ്റി ഉള്ളതിന്റെ പേരിലാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അനലൈസ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ കിട്ടുക. ഇനി മുതിർന്ന ആൾക്കാർക്ക് പലപ്പോഴും ഗോള് ഇല്ലാതെ പോകുന്നവരുടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില ഫെയിലിയേഴ്സ് ഉണ്ടായി കഴിഞ്ഞാൽ അതിനോടൊരു മടുപ്പ് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഗോൾ സെറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, ചില ഡിപ്രസീവ് ഡിസോർഡറിലേക്ക് പോവുക, അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ വന്നു കഴിയുമ്പോൾ അവർക്ക് ഗോൾ സെറ്റ് ചെയ്യാൻ പറ്റാതെ വരും. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഗോൾ സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവരുടെ ആക്ച്വൽ സിറ്റുവേഷൻ എന്താണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ്സിൽ പരാജയപ്പെട്ടു എന്ന് വിചാരിക്കുക. ബിസിനസ്സിൽ പരാജയപ്പെട്ട ആൾക്ക് പിന്നീട് ഒരു ഗോൾ സെറ്റ് ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റാതെ വരും. അങ്ങനെ പറ്റാതെ വരുമ്പോൾ ആദ്യത്തെ ആ പരാജയത്തിന്റെ തിക്താനുഭവങ്ങൾ ഈ വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് എടുത്തു കളയുക എന്നുള്ളത് നമ്മുടെ ഒരു ഡ്യൂട്ടിയാണ്, ഒരു കൗൺസിലർ അല്ലെങ്കിൽ ഒരു ഗൈഡ് എന്നുള്ള രീതിയിൽ. അങ്ങനെ എടുത്തു കളഞ്ഞിട്ട് അയാളെ
റെഡിയാക്കി കേപ്പബിൾ ആക്കിയിട്ട് അയാൾക്ക് ഉതകുന്ന ഒരു ജോലിയിലേക്ക് അല്ലെങ്കിൽ ഒരു ഗോള് സെറ്റ് ചെയ്ത് അയാളെ അത് അച്ചീവ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പൊ അതിന് പ്രത്യേകിച്ച് പ്രായവും ഇതൊന്നുമില്ല, ഏത് പ്രായത്തിലുള്ള വ്യക്തിക്കും പറ്റും. ഇനി ലൈഫ് കോച്ചിങ് എന്ന് പറയുന്ന ഒരു ഏരിയയിൽ എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ലെവലിലെത്തിയ ആൾക്കാരെ മറ്റൊരു ലെവലിലേക്ക് പോകുന്നതിന് വേണ്ടി നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ മാനേജറാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരനാണെന്ന് വിചാരിക്കുക. ബിസിനസ് ചെയ്യുന്ന വ്യക്തി അയാൾ ഒരു ലെവലിലാണ് ഇപ്പോൾ ഉള്ളത്, മറ്റൊരു ലെവലിലേക്ക് അയാൾക്ക് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ലൈഫ് കോച്ചിങ്ങിലൂടെ ചെറുപ്പകാലം മുതലുള്ള ഈവൻ പ്രഗ്നൻസി സമയം മുതലുള്ള കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യും. അങ്ങനെ അനലൈസ് ചെയ്തിട്ട് അയാളെ കുറച്ചും കൂടി ഉയർന്ന ലെവലിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് അയാൾക്ക് കപ്പാസിറ്റി ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ ലൈഫ് കോച്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഈ ഗോൾ സെറ്റിംഗ് എന്ന് പറയുന്നത് അത് കുട്ടികളുടെ ഇടയിൽ ഉള്ള ഗോൾ സെറ്റിംഗ് ഉണ്ട്, മുതിർന്നവരുടെ ഇടയിലുള്ള ഗോൾ സെറ്റിംഗ് ഉണ്ട്. പേരൻസും ടീച്ചേഴ്സിനും ഒരുപാട് ഗോൾ സെറ്റിംഗുമായി ബന്ധപ്പെട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കും. മുതിർന്നവരുടെ ഇടയിൽ ഒരു ഗോൾ സെറ്റിംഗ് കൊടുക്കുമ്പോൾ അവർക്ക് ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഡിഫിക്കൽറ്റീസ് ഉള്ളത് അത് ഐഡന്റിഫൈ ചെയ്യണം, അതിന്റെ റീസൺസ് ഐഡന്റിഫൈ ചെയ്യണം, എന്നിട്ട് അവരെ ശരിയായ ഒരു ദിശയിലേക്ക് നയിക്കാൻ പറ്റണം. പലപ്പോഴും ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റാത്തത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡിപ്രഷൻ ഉണ്ടെങ്കിൽ, ചില സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പറ്റാതെ വരും, ചില ഫിസിയോളജിക്കൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പറ്റാതെ വരും, ചില പ്രത്യേക അഡിക്ഷൻസ് ഉണ്ടെങ്കിൽ, ഉദാഹരണം പറഞ്ഞാൽ ആൽക്കഹോളിസം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പറ്റാതെ വരും. അപ്പൊ നമ്മൾ ശരിക്കും എന്താണ് ഈ വ്യക്തിയുടെ ഇഷ്യൂ എന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം.